ഹലോ, ഇന്ന് നമ്മളുടെ റമളാൻ നോമ്പ് തുറ പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ടാണ് വന്നേക്കണത്. വീഡിയോ എല്ലാവരും അവസാനം വരെ വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് പോവാം. ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ പരിപാടി തുടങ്ങി വെച്ചു. കുറച്ച് ദിവസമായി നമ്മുടെ പാർലേജ് ബിസ്ക്കറ്റ് ഡിപ്രഷൻ അടിച്ചിരിക്കണം. അങ്ങനെ വെറുതെ ഇരുത്തിയാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ യൂട്യൂബ് മൊത്തം സെർച്ച് ചെയ്തിട്ട് നമ്മൾ പാർലേജിൻ്റെ ഒരു റെസിപ്പി അങ്ങോട്ട് കണ്ടുപിടിച്ചു. കണ്ട വീഡിയോസ് മൊത്തം കൊള്ളായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തപ്പോൾ അട്ടർ ഫ്ലോപ്പായി തന്നെ പറയാം. കേക്കിന്റെ ABCD പോലും അറിയാത്ത എന്നോട് ഒപാല്. എന്തായാലും ഈ ഒരു കേക്കിന്റെ ഫുൾ വീഡിയോ നമ്മളുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് വീട്ടിൽ ആരും അനുകരിക്കരുത് കേട്ടോ. കാരണം ഞാൻ മൊത്തം തലതിരിച്ചാണ് ചെയ്തു വെച്ചത്. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നമുക്ക് ഉമ്മച്ചിയുടെ കലാവിരുദ്ധങ്ങൾ കാണാം. നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് എപ്പോഴും ജ്യൂസ് വേണം. അതിനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു പകുതി ഷമാമ ഇരിക്കണ്ടായിരുന്നു, അതങ്ങോട്ട് എടുത്ത്. നമുക്ക് ഈ നോമ്പ് തുറക്കലിൽ 2 പ്രാവശ്യം പണിവാളി. ഒന്ന് കേക്ക്, ഒന്ന് ഷമാമ്. ഷമാമിന്റെ സ്റ്റോറി നമ്മൾ വീഡിയോന്റെ അവസാനത്തിൽ അങ്ങോട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാൻ പറ്റൂല, അതുകൊണ്ട് നമ്മൾ അവസാനത്തേക്ക് വെച്ചത്. നമ്മളുടെ ഇവിടെ അംഗസംഖ്യ കുറവാണ്, അതുകൊണ്ട് കുറച്ച് മുട്ട എടുത്തുള്ളൂ. കുറച്ചെന്ന് വെച്ചാൽ ഒരു 4-5 മുട്ട എടുത്തിട്ടുണ്ടാവും. അത് ഇതേപോലെ 2 കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കും. നോമ്പ് സ്റ്റാർട്ടാകുമ്പോൾ മനസ്സിലൊരു ദൃഢപ്രതിജ്ഞ ഉണ്ടാവും. ഫുഡ് കൺട്രോൾ ചെയ്യുക, ഡയറ്റ് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. എവിടുന്ന് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത് ചിലപ്പോൾ ആ മാസത്തിലായിരിക്കും. പറഞ്ഞു നിന്ന് നമ്മൾ സമയം എന്തായി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ആദ്യം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനുശേഷം നമ്മൾ ഈ മുട്ട മാവിലോട്ടിട്ടിട്ട് ഇതേപോലെ കുഴച്ച് നമ്മളതെടുത്തിട്ട് കറുവറ നമ്മളത് മൊരിച്ചെടുക്കും. നമ്മളുടെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഈ മുട്ട ബജിയുടെ മാവ് നമ്മൾക്ക് ബാക്കി വന്ന കാരണം കൊണ്ട് നമ്മൾ അധികം സവാളയും മുളകും പിന്നെ വേപ്പില അതേപോലെയുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഉള്ളി ബജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളി ബജി ഇവിടെ റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എല്ലാം സെറ്റായി കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ പൊതുവേ പുറത്തുനിന്ന് പൊരിക്കടികൾ മേടിക്കലാണ്. കാരണം വീട്ടിലധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് ഇത്രയും ഉണ്ടാക്കിയത് ലാസ്റ്റ് വേസ്റ്റായി പോകലാണ്. അതുകൊണ്ട് പിന്നെ ആവശ്യത്തിനുള്ളത് പുറത്തുനിന്ന് മേടിക്കലാണ് ചെയ്യൽ. പിന്നെ ഒരു പൂതിക്ക് വരുമ്പോൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി തുടങ്ങും. അങ്ങനെ നമ്മൾ ടേബിൾ മേക്ക് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളക് ബജി, ഉള്ളി ബജി, പിന്നെ നമ്മൾ ഷമാമ ഒഴിക്കുന്നുണ്ട്. ഷമാമിൻ്റെ നമ്മൾ പറഞ്ഞില്ലായിരുന്നല്ലോ, ഈ ഷമാമ കുടിച്ചപ്പോണ്ടല്ലോ നല്ല കയ്പായിരുന്നു. കാണുന്ന പോലെ നമ്മൾ ഭയങ്കര പ്രൊഫഷണലൊക്കെ ആയിട്ട് ഒഴിച്ചൊക്കെ സുന്ദര കുട്ടപ്പനാക്കിയൊക്കെ വെച്ചെങ്കിലും കുടിക്കാൻ കൊള്ളില്ലായിരുന്നു സാധനം. നമ്മൾ പകുതിയാണ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കാരണം കൊണ്ട് അങ്ങനെ പകുതിക്ക് വെക്കാൻ പാടില്ല എന്ന് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും വെക്കുന്ന ഇതേപോലെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനും അതേപോലെ വെക്കാതിരിക്കുക. ഇനി വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണോ എന്നും അറിഞ്ഞൂടാട്ടോ. എന്തായാലും ഷമാം അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോയി. അത് പോയിട്ടൊന്നും നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് മുന്നിൽ ഇങ്ങനെ ഇരിക്കണ കണ്ടില്ലേ. അതുകൊണ്ട് വലിയ വിഷമമൊന്നും പുറത്ത് കാണിക്കാതെ നമ്മളതങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടോ. അതിൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. ഉമ്മച്ചിൻ്റെ ഒപ്പമാണ് നിസ്കരിച്ചത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ദുആ ചെയ്ത് കുറച്ചേരൊക്കെ സ്വറൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ നമുക്ക് പയറുപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായി. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.